ഷോളയാറിൽ കൊമ്പൻ കബാലി ഡെപ്യൂട്ടി തഹസിൽദാരുടെ വാഹനം ആക്രമിച്ചു. തഹസിൽദാറും ഉദ്യോഗസ്ഥരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കാട്ടാന ഭീതിയിൽ മുള്ളൂർക്കര വാഴക്കൂട് നിവാസികൾ. ഡാം മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ പി.ജി ഡാം തുറന്നുവിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ മന്ത്രി കെ രാജന്റെ കോലം കത്തിച്ചു. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ജനങ്ങളുടെ ജാഗ്രതയും മുൻകരുതലും അനിവാര്യമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഠന സംഘം. കൊടുങ്ങല്ലൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ആരോപണം. ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി മാതാപിതാക്കൾ. നമസ്കാരം. പ്രധാന വാർത്തകൾ വിശദാംശങ്ങളിലേക്ക്. ഷോളയാറിൽ കൊമ്പൻ കബാലി ചാലക്കുടി ഡെപ്യൂട്ടി തഹസിൽദാരുടെ വാഹനം ആക്രമിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ MG രഞ്ജിത് കുമാറും ഉദ്യോഗസ്ഥരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി ഷോളയാർ ഡാമിന്റെ പെൻസ്റ്റോക്ക് പൈപ്പിനടുത്ത് വെച്ചായിരുന്നു സംഭവം. കാലവർഷക്കെടുതിയിൽ നാശമുണ്ടായ മലക്കപ്പാറയിലെ കപ്പായം ആദിവാസി ഊര് സന്ദർശിച്ചതിന് ശേഷം ചാലക്കുടിയിലേക്ക് വരികയായിരുന്നു ഉദ്യോഗസ്ഥർ. റോഡരികിൽ കാട്ടാന കബാലിയെ കണ്ട ഉദ്യോഗസ്ഥർ ജീപ്പ് നിർത്തിയിട്ടു. ഏറെ നേരത്തിന് ശേഷം മുന്നോട്ടെടുത്ത ജീപ്പിന്റെ അടുത്തെത്തിയ ആന കൊമ്പുകൊണ്ട് വാഹനം ഉയർത്താൻ ശ്രമിച്ചു. തുമ്പിക്കൈ കൊണ്ട് തട്ടുകയും ചെയ്തു. ഇതിനിടെ വാഹനം പിന്നോട്ട് ഓടിച്ചുപോയി. ഷോളയാർ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ റോഡിൽ നിന്നും കയറ്റിവിട്ടത്. ഒരാഴ്ചയായി കബാലി റോഡിലിറങ്ങി വാഹനങ്ങൾ തടയുന്നത് പതിവാണ്. കാട്ടാനശല്യം രൂക്ഷമായതോടെ മുള്ളൂർക്കര വാഴക്കൂട് നിവാസികൾ ഭീതിയിൽ. മുള്ളൂർക്കര 9ാം വളവ്, കൊക്കൂരിക്കുണ്ട്, വാഴക്കൂട്, ഇന്ദിരാജി നഗർ തുടങ്ങിയ മേഖലകളിലാണ് തിങ്കളാഴ്ച പുലർച്ചെ കാട്ടാന ഇറങ്ങിയത്. വാഴ, തെങ്ങ്, പന എന്നിവ കാട്ടാന കുത്തിമറിച്ചിട്ടു. കൊക്കൂരിക്കുണ്ട് ചെരുവിൽ വീട്ടിൽ സുമതിയുടെ വീടിന് 50 മീറ്റർ അകലെ വരെ കാട്ടാനയെത്തി. ശബ്ദം കേട്ട് വീട്ടുകാർ ടോർച്ച് അടിച്ചു നോക്കിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത്. പരിഭ്രാന്തിയിലായ വീട്ടുകാർ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. കാട്ടാനയെ ഭയന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ബന്ധപ്പെട്ട അധികൃതർ വന്യമൃഗശല്യം ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. 4 മണിക്ക് നീച്ചപ്പോഴാണ് സൗണ്ട് കേട്ടത്. അപ്പോൾ അതുപോലെ പന്നിയാവുന്നുള്ള ധാരണയിലാണ് എടുത്തമ്മ നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ മരങ്ങളിങ്ങനെ ആടുന്ന് കാണാണ്ട്. അപ്പം മരങ്ങൾ എന്തെങ്കിലും കാറ്റിന് ആടാൻ കാറ്റില്ല. അപ്പോൾ ഒന്നുകൂടി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആറ് നല്ലോണം ചാഞ്ഞ് എന്നത് കണ്ടു. അപ്പോൾ പിന്നെ അങ്ങനെ വീട്ടിലൊക്കെ അതിച്ച് നോക്കുമ്പോൾ ടോർച്ച് നോക്കി നോക്കുമ്പോൾ ആനയാണ് മനസ്സിലായി. പി.ജി ഡാം പൂർണ്ണമായും തുറന്നുവിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി മൂർക്കനിക്കര നിവാസികൾ. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ബുധനാഴ്ച ധർണ നടത്തുമെന്ന് മൂർക്കനിക്കരയിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പി.ജി ഡാം പൂർണ്ണമായി തുറന്നുവിട്ടതിനെ തുടർന്ന് നടത്തറ പഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ ജനങ്ങളുടെ ജീവിതം വെള്ളപ്പൊക്കത്താൽ ദുരിതപൂർണ്ണമായിരുന്നുവെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഡാം മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ പി.ജി ഡാം തുറന്നുവിട്ടതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ മന്ത്രി കെ രാജന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ഉല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി.ജി റോഡ് ജംഗ്ഷനിൽ നടത്തിയ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഉല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആൽജു ചാണ്ടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, നേതാക്കന്മാരായ ജെയ്ജു സെബാസ്റ്റ്യൻ, TM രാജീവ്, KC അഭിലാഷ്, KM വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളം അധികമായി വരുമ്പോൾ അത് തുറന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രളയം സൃഷ്ടിക്കരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടിൽ ആക്കരുത്. പുത്തൂരിൽ വെള്ളപ്പൊക്കത്തിനിരയായവർക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കണമെന്ന് കോൺഗ്രസ് മെമ്പർമാർ. ഡാം മാനേജ്മെന്റ് കൈകാര്യം ചെയ്തതിന്റെ വീഴ്ചയാണ് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയതെന്നും സ്ഥലം MLAയും മന്ത്രിയുമായ കെ രാജൻ തികഞ്ഞ അനാസ്ഥയാണ് വിഷയത്തിൽ സ്വീകരിച്ചതെന്നും മെമ്പർമാർ ആരോപിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാർ വെള്ളം കയറിയ പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു, പഞ്ചായത്ത് അംഗങ്ങളായ അരോഷ് TA, ജിനോ TC, മിനി റജി തുടങ്ങിയവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ജില്ലയിൽ മഴയ്ക്ക് ശമനമായതോടെ സ്കൂളുകൾ വീണ്ടും സജീവമായി. മഴയെ തുടർന്ന് ഒരാഴ്ച സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ അവധി തുടരും.
ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ജനങ്ങളുടെ ജാഗ്രതയും മുൻകരുതലുകളും അനിവാര്യമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഠന സംഘം. പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട്, കോതമുക്ക്, മരോട്ടിച്ചാൽ, കോക്കാത്ത് പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് വിദഗ്ധ സംഘം അഭിപ്രായ പ്രകടനം നടത്തിയത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന നിർമ്മിതികളും കയ്യേറ്റങ്ങളും ഒഴിവാക്കുക, തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതി ലക്ഷണങ്ങളായ ഭൂമിയിലെ വിള്ളലുകൾ, ശിലാപതനങ്ങൾ, ജലത്തിലെ അസ്വാഭാവിക കലക്കൽ, കിണറുകളിലെ ജലവിധാനത്തിലുണ്ടാകുന്ന അസ്വാഭാവിക മാറ്റങ്ങൾ തുടങ്ങിയവ നിരീക്ഷിച്ച് താഴ്വാരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുകയും യഥാസമയം അധികാരികളെ വിവരം അറിയിക്കുകയും അവരുടെ നിർദ്ദേശാനുസരണം ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണമെന്ന് സംഘം നിർദ്ദേശിച്ചു. ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് ശ്രീകുമാർ, കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ പി എസ് ജോൺ, കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ, പരിസര വിഷയ സമിതി ജില്ലാ കൺവീനർ ഒ എൻ അജിത് കുമാർ, ടി സത്യനാരായണൻ എന്നിവർ പഠന സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണം. മാതാപിതാക്കൾ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. കാവിൽക്കടവ് പാറേക്കാട്ടിൽ ജാക്സന്റെ മകൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി ഷോണിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇക്കഴിഞ്ഞ മെയ് 27 പുലർച്ചെയാണ് ഷോണിനെ കാണാതാകുന്നത്. പിറ്റേന്ന് രാവിലെ കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തന്റെ മകൻ ആത്മഹത്യ ചെയ്യാൻ തക്കതായ കാരണങ്ങളില്ലെന്നും അഥവാ ആത്മഹത്യ ചെയ്യുകയായിരുന്നെങ്കിൽ അതിനു പിറകിൽ മറ്റാരുടെയോ ഇടപെടലുണ്ടായിട്ടുണ്ടെന്നുമാണ് ജാക്സൺ പറയുന്നത്. ഷോൺ എഴുതിയതെന്ന് പറയുന്ന ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം മറ്റാരുടേതോ ആണെന്നും ഇക്കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഗൗരവത്തിലെടുത്തില്ലെന്നും ഷോണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചെയ്യേണ്ടി വന്ന കാരണം എന്ന് പറഞ്ഞിട്ട് അവിടെ പേര് എഴുതിയിട്ട് അവിടെ വെട്ടിത്തിരുത്തലുണ്ടായിരുന്നു. ആ തിരുത്തലിൻ്റെ ഉള്ളിൽ പേര് പറഞ്ഞാൽ പതിഞ്ഞ് കിടക്കണം. എന്നിട്ട് പോലീസ് എന്നോട് ചോദിക്കുകയും ചെയ്ത് ആരാണെന്ന് ചോദിച്ചു. ഞാനൊക്കെ കാര്യങ്ങൾ പുള്ളിയോട് പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞു. പക്ഷെ അത് വെട്ടിത്തിരുത്തൽ കഴിഞ്ഞിട്ട് പിന്നെ അടിയിൽ ഇംഗ്ലീഷിൽ എഴുതിയേക്കണത് കൈയക്ഷരം എനിക്ക് സംശയം തോന്നി. അപ്പം തന്നെ അവൻ എഴുതിയ പുസ്തകങ്ങൾ, അവൻ പഠിച്ചിരുന്ന ബാഗിൽ നിന്ന് പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ എഴുതിയേക്കണം ഇംഗ്ലീഷിലെ വാചകങ്ങളും ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസമുണ്ട്. ഞാൻ ഈ പുസ്തകവും കാര്യങ്ങളും തെളിവൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് പുറത്തൊക്കെ അവർ പറഞ്ഞു അന്വേഷിക്കുന്നുണ്ട്. ഈ കൈയക്ഷരം ഇവൻ്റെ അല്ല, ഈ പുസ്തകത്തിലുള്ളതും ഈ കത്തിലുള്ളതും തമ്മിൽ ഒരു മാച്ചിങ് അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ഓക്കെ പറഞ്ഞു. ഞാൻ അവർ പറഞ്ഞ വിശ്വസിച്ച് ഞാനിവിടെ കാത്തിരുന്നു. 5ാം ക്ലാസ് മുതൽ കോട്ടയം രാജഗിരി സേവാഗ്രാം പള്ളിക്കൂടത്തിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചു വന്നിരുന്ന ഷോൺ മെയ് 27 അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. അന്വേഷണത്തിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്ന് ജാക്സൺ ആരോപിക്കുന്നു. ഏക മകന്റെ മരണത്തിന് പിറകിലുള്ള ദുരൂഹത അകറ്റുവാൻ നിയമയുദ്ധത്തിനൊരുങ്ങുകയാണ് മാതാപിതാക്കൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ കല്ലൂർ ഷേണായിസ് ബസ്സുകളുടെ കാരുണ്യ സർവീസ്. ചെമ്പങ്കണ്ടം, ഭരത, തൃശൂർ, വെളുത്തൂർ, തൃശൂർ റൂട്ടിലോടുന്ന ഷേണായിസ് ബസ് സർവീസിന്റെ 4 ബസ്സുകളുടെ തിങ്കളാഴ്ചയിലെ കളക്ഷൻ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടിയായിരുന്നു. ബസ്സിൽ കയറുന്നവർ യാത്രാ നിരക്കിനൊപ്പം ഇഷ്ടമുള്ള തുക കണ്ടക്ടറുടെ കൈവശമുള്ള ബക്കറ്റിൽ നിക്ഷേപിക്കുകയായിരുന്നു. ബസ് ഉടമ രാംകുമാറിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഷേണായിസിന്റെ സേവനയോട്ടം. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ബസ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, സലീഷ് ചെമ്പാറ, ലിൻഡോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിനിരയായ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് ചീനി ഗ്യാസ് ഗ്രൂപ്പിന്റെ കാരുണ്യയാത്ര. തൃശൂർ, എറണാകുളം ജില്ലകളിൽ സർവീസ് നടത്തുന്ന ചീനി ഗ്യാസ് ഗ്രൂപ്പിന്റെ 30 സ്വകാര്യ ബസ്സുകളുടെ തിങ്കളാഴ്ചയിലെയും ചൊവ്വാഴ്ചയിലെയും മുഴുവൻ കളക്ഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. എല്ലാ ബസ്സുകളും വയനാടിനൊരു കൈത്താങ്ങ് എന്ന ബാനർ പ്രദർശിപ്പിച്ചാണ് സർവീസ് നടത്തിയത്. കാടുകുറ്റി സ്വദേശിയായ ആന്റണി ആൽബിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രൂപ്പിലെ ബസ്സുകളിൽ 15 എണ്ണം ചാലക്കുടി മേഖല കേന്ദ്രീകരിച്ചാണ് സർവീസ് നടത്തുന്നത്. കാരുണ്യ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് MLA TG സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടിനൊപ്പം ഉപജീവനമാർഗവും ഒരുക്കുന്ന സന്ദേശവുമായി ആദ്യഘട്ടത്തിൽ 3 വീടുകൾ നിർമ്മിക്കാൻ പദ്ധതിയുമായി മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ. പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുന്നതിനോടൊപ്പം അതിനുള്ള മാർഗം കൂടി കണ്ടെത്തുകയാണ്. വീട് നിർമ്മിച്ചു നൽകുവാൻ നിരവധി വാഗ്ദാനങ്ങൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ലഭിക്കുന്നുണ്ടെങ്കിലും വിനോദസഞ്ചാര മേഖല കൂടിയായ പ്രദേശത്തിന് അനുയോജ്യമായി വരുമാനം കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിൽ വീടൊരുക്കുവാനാണ് പദ്ധതി. ജില്ലാ ഭരണകൂടമോ പഞ്ചായത്തുമായോ ചർച്ച ചെയ്താകും ഗുണഭോക്താക്കളെ കണ്ടെത്തി വീട് നിർമ്മിക്കുക. സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, ഡയറക്ടർ അന്ന ഗ്രേസ് രാജു, പ്രിൻസിപ്പൽ ജിജി ജോസ്, സ്കൂൾ ലീഡർ ഇഷ ഫാത്തിമ, ക്യാബിനറ്റ് മെമ്പർ നെഹ്ല പർവീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കുടുക്കയിൽ സ്വരുകൂട്ടിയ തന്റെ സമ്പാദ്യം വയനാട് ദുരിതബാധിതർക്കുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി ചന്ദ്രാപ്പിനി ചിറക്കൽ മമ്പൌൽ ഹയർ സെക്കൻഡറി മദ്രസ 4ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് യാസീൻ. മദ്രസ വിദ്യാർത്ഥികൾ വഴി സഹായം എത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനം അറിഞ്ഞതോടെ യാസീൻ തന്റെ കുടുക്ക പൊട്ടിച്ച് മദ്രസ സ്വദർ മുഅല്ലിം റഫീഖ് ലത്തീഫിയെ പണം ഏൽപ്പിക്കുകയായിരുന്നു. ചിറക്കൽ വലിയകത്ത് മുഹമ്മദ് ഷാഫിയുടെ മകനാണ് മുഹമ്മദ് യാസീൻ. കുട്ടി ബൈക്ക് വാങ്ങുന്നതിനായി സ്വരൂപിച്ച തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി 5 വയസ്സുകാരൻ വർണവ്. അച്ചമ്മ ലതയാണ് വർണവിന്റെ ആഗ്രഹം പെരിങ്ങോട്ടുകരയിലെ കളക്ഷൻ സെന്റർ തുടങ്ങിയ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികളെ അറിയിച്ചത്. തുടർന്ന് ഭാരവാഹികൾ വസതിയിലെത്തി കുടുക്കയിലുണ്ടായിരുന്ന 4443 രൂപ സ്വീകരിച്ചു. ചെമാപ്പള്ളി തച്ചപ്പുള്ളി പ്രതിലാൽ സജന ദമ്പതികളുടെ മൂത്ത മകനായ വർണവ് ചെമാപ്പള്ളി ALP സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തുറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് തുടങ്ങിയവർ തുക ഏറ്റുവാങ്ങി. നാലാം ക്ലാസ് വിദ്യാർത്ഥിനി തന്റെ കാശുകുടുക്കയിൽ സൂക്ഷിച്ച സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മറ്റത്തൂർ പഞ്ചായത്തിലെ നാടിപ്പാറ വാർഡിലുള്ള കൊട്ടാരത്ത് രാകേഷ് ശ്രീലക്ഷ്മി ദമ്പതികളുടെ മകൾ ഗൗരി നന്ദയാണ് 1140 രൂപ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകിയത്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഗൗരി നന്ദയിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ NP അഭിലാഷ്, സീബ ശ്രീധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഗൗരി നന്ദ. സൈക്കിൾ വാങ്ങാനായി സൂക്ഷിച്ച തന്റെ കുടുക്കയിലെ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഇഷാൻ. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇഷാൻ. കണ്ടാണശ്ശേരി സ്വദേശിയായ പ്രമോദിന്റെ മകനാണ്. കുടുക്കയിലെ 1461 രൂപ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിനെ ഏൽപ്പിച്ചു. മറ്റുള്ളവർക്ക് മാതൃകയായി മാറിയ ഇഷാന് സൈക്കിൾ വാങ്ങി നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, PTA പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ, കമ്മിറ്റി അംഗം മനോജ് വാഴപ്പിലാത്ത്, പ്രധാനാധ്യാപകൻ MK സൈമൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അരിമ്പൂർ കളപ്പുരയ്ക്കൽ സന്ധ്യാദീപുവിന്റെ 8 വയസ്സുള്ള മകൾ ഇഷാന സൈക്കിൾ വാങ്ങാനായി സ്വരൂപിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി. വയനാട് ദുരന്തത്തിന്റെ നേർക്കാഴ്ചകൾ TVയിൽ കണ്ടതോടെ ആകെ വിഷമത്തിലായ ഇഷാന മുത്തച്ഛനായ KR സുകുമാരനോട് തന്റെ കുഞ്ഞു കുടുക്കയിലെ സമ്പാദ്യം കളക്ടർക്ക് നൽകണമെന്ന് പറഞ്ഞുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല. വിവരമറിഞ്ഞ് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാറും വാർഡംഗങ്ങളും ഇഷാനയുടെ വീട്ടിലെത്തി കാശുകുടുക്ക പൊട്ടിച്ച് പണം എണ്ണി തിട്ടപ്പെടുത്തി സംഖ്യ ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കും. വടക്കാഞ്ചേരി തെക്കങ്കരയിൽ വീട് ഭാഗികമായി തകർന്നു. പുന്നമ്പറമ്പ് മേപ്പാടത്ത് പയ്യപ്പാടൻ കുമാരിയുടെ വീടാണ് തകർന്നത്. സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. ഭർത്താവ് മരിച്ച കുമാരി ഒറ്റയ്ക്കാണ് താമസം. കോൺക്രീറ്റ് വീടിന്റെ ടെറസ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ ആയതിനാൽ കുമാരി അയൽവാസികൾക്കൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. വീണ് കേട്ടിട്ട് അടുത്ത വീട്ടുകാർ എന്നെ വിളിച്ചു വന്നപ്പോൾ മൊത്തം അവിടെ വീണ് കിട്ടുന്നു. പിന്നെ പിക്കിങ് അതൊന്നും ചെയ്യാൻ മാർഗമില്ല. ഞാൻ തന്നെയാണ് പെൺകുട്ടിയോട് പിക്കൊന്നും ചെയ്താൽ അപ്പോൾ അവർക്കും ബാധിക്കും. അപ്പം എങ്ങനെയെങ്കിലും എനിക്കിതൊന്ന് ഈ കിടക്കാനാക്കി കിട്ടണം. അതിനുള്ള നടപടി ചെയ്യാം. മെമ്പറോട് പറഞ്ഞപ്പോൾ മെമ്പർ വന്നില്ല. അവർ വന്ന് നോക്കാൻ എനിക്ക് 4 ദിവസമായത്. ഇന്ന് വരെ കടന്നു നോക്കിയിട്ടില്ലേ. മഴക്കാലത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവൃത്തികൾ നടത്താത്തതിൽ ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. കാന ശുചീകരണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതാണ് റോഡുകളിലെ വെള്ളക്കെട്ടിന് കാരണമായതെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. കാനകളിൽ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങളും ബാഹുല്യം മൂലം കാന ശുചീകരണത്തിന് തൊഴിലാളികളെ ലഭിക്കാത്ത അവസ്ഥയാണെന്ന് പൊതുമരാമത്ത് അധികൃതർ പറഞ്ഞു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത കുണ്ടിയത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ PN സുരേഷ്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് VJ കൊച്ചപ്പൻ, KH ഷാഹുൽ ഹമീദ്, MK ഷംസുദ്ദീൻ, TP ഷാഹു, വിവിധ വകുപ്പുതല പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അന്നമനട വെണ്ണൂർപ്പാടത്ത് ബസ് അപകടത്തിൽപ്പെട്ട് 5 പേർക്ക് പരിക്ക്. എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുമ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി എടുത്ത കുഴിയിൽ ബസ് താഴുകയായിരുന്നു. പരിക്കേറ്റവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മാളയിൽ ആഴവും ഒഴുക്കുമുള്ള തോട്ടിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്ന മധ്യവയസ്കന് രക്ഷകനായി നാട്ടുകാരൻ. തിരുമുക്കുളം മുട്ടക്കടവിലെ പാലത്തിനോട് ചേർന്നുള്ള തോട്ടിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന സ്ത്രീയെയാണ്
നാട്ടുകാരനായ പുതുവാക്കാട്ട് വീട്ടിൽ വേണുഗോപാൽ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. വേണുഗോപാൽ താൻ നടത്തുന്ന കുണ്ടൂരിലെ അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴാണ് മുട്ടക്കടവ് തോട്ടിൽ ഒഴുക്കുള്ള ഭാഗത്ത് 2 കൈകൾ ഉയർന്നു കണ്ടത്. ആദ്യം കൈയാണെന്ന് തിരിച്ചറിഞ്ഞില്ല. തുടർന്ന് അതുവഴി വന്ന കുട്ടികളോട് വിവരം പറഞ്ഞ ശേഷം പോക്കറ്റിലെ ഫോണുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്ത് ഷർട്ടിൽ പൊതിഞ്ഞ് സ്കൂട്ടറിൽ വെച്ച് തോട്ടിലേക്ക് ചാടുകയായിരുന്നു. നീന്തൽ അറിയാമെന്ന ധൈര്യത്തിലാണ് ചാടിയതെങ്കിലും നല്ല ഒഴുക്കുണ്ടായിരുന്നത് ആശങ്കയുണ്ടാക്കിയെന്ന് വേണുഗോപാൽ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെ തോട്ടിലെ വെള്ളം ഇങ്ങനെ നല്ല ഒഴുക്കാണല്ലോ തോട്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ചേച്ചി ഇങ്ങനെ ചേച്ചിയാണോ എന്താണെന്നറിയില്ല, ഒരു പട്ട മാതിരി എനിക്ക് ആദ്യം തോന്നില്ല. കൈ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പട്ട ഒഴുകണമെന്ന് വിചാരിച്ചേ. കൈ നോക്കിയപ്പോഴാണ് ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി എന്ന് പറഞ്ഞൊരു നൈറ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എനിക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരും ആ പരിസരത്തില്ല, ആരും ഉണ്ടായില്ല. ഞാൻ ഇപ്പുറത്തെ കൂടി ചെന്ന് ധൈര്യത്തോടെ കണ്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ചേച്ചി ഇങ്ങനെ ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ചണ്ടിയിൽ നിന്ന് ഒരു പിടുത്തമുണ്ട് മോൾക്ക്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് ശരിയോട് വേറെ ആളും കൂടി വന്നു, ഒരു ഒരുത്തനും കൂടി വന്ന് ആളും കൂടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കയറ്റി അപ്പോൾ കുറേ വെള്ളമൊക്കെ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് കളയിപ്പിച്ചു. TCV ന്യൂസ്, മാള. പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിശ്ശികകൾ വിതരണം ചെയ്യുന്നതിൽ കാലതാമസം വരുന്നതിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ ടൗൺ യൂണിറ്റ് കൺവെൻഷൻ പ്രതിഷേധിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് M രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ, RV അലി, PI സൈമൺ, ഡോക്ടർ KB വത്സലൻ, PR സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതപ്പുഴ പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിന് സമീപത്തെ കടവിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനും അതിഥി തൊഴിലാളിയുമായ അന്താനുഷ് എക്കയാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തീരാനോവായ വയനാട് ദുരന്തവും ഷിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയും തന്റെ കർമ്മമേഖലയുടെ അനുശോചനം അറിയിക്കുകയാണ് ഫാഷൻ ഡിസൈനറും വിദ്യാർത്ഥിനിയുമായ എരുമപ്പെട്ടി സ്വദേശി അഞ്ജന. ചിത്രകാരൻ EVS സന്തോഷിന്റെയും കാർത്തികയുടെയും മകളാണ് അഞ്ജന. തുണിയിലും ടാർപ്പായയിലും അക്രലിക് പെയിന്റ് ഉപയോഗിച്ച് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെയും അർജുന്റെയും ചിത്രം വരച്ച് ധരിച്ചാണ് ചിത്രകാരി കൂടിയായ അഞ്ജന ദുഃഖത്തിൽ പങ്കുചേർന്നത്. അഞ്ജന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. മാള കാർമൽ കോളേജിലെ അവസാന വർഷ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥിനിയാണ് അഞ്ജന. എടുത്തിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ നാടേ അല്ല അതങ്ങനെയായിട്ട് ഞങ്ങളെ കൂടെ ഉള്ളവരല്ല. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ CDS ചെയർപേഴ്സൺ വത്സല ഉണ്ണികൃഷ്ണന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. പുല്ലൂറ്റ് റാഹത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ PN രാമദാസ്, മുഷ്താഖ് അലി, നിഷ കുരുടാപ്പിള്ളി, CS ഷാജൻ, കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു. വീഡിയോ വരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ദിവസമാണ്. നമ്മൾ 12 മണിക്ക് വീഡിയോ സോഷ്യൽ മീഡിയ. വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങരയിൽ മണ്ണിടിഞ്ഞ് നാശനഷ്ടം വന്ന വീടുകളും കുടുംബങ്ങളെയും BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനീഷ് കുമാർ സന്ദർശിച്ചു. മാരാത്തുകുന്ന് റോഡിലെ അകമല പ്രദേശവും വെള്ളം കയറി നശിച്ച വ്യാപാര സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി. വ്യാപാരികൾക്കുണ്ടായ ഭീമമായ നഷ്ടം പരിഹരിക്കാൻ നഗരസഭ ഉൾപ്പെടെ അധികൃതർ സത്വരമായി നടപടിയെടുക്കണമെന്ന് അനീഷ് കുമാർ ആവശ്യപ്പെട്ടു. BJP വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യ സാഗർ, ജില്ലാ വൈസ് പ്രസിഡന്റ് IN രാജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ S രാജു, അനിൽകുമാർ CV എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. വയനാട്ടിലെ ദുരിതബാധിതർക്കായി ജവഹർ ബാലവിഹാർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ JBV ഫുട്ബോൾ അക്കാദമിയും സെന്റ് സേവിയേഴ്സ് LP സ്കൂൾ മാപ്രാണം PTA മെമ്പേഴ്സും ചേർന്ന് ശേഖരിച്ച അവശ്യ സാധനങ്ങൾ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം വയനാട്ടിലേക്ക് നടത്തുന്ന കളക്ഷൻ സെന്ററിലേക്ക് കൈമാറി. മാപ്രാണം കിക്ക്ഷോക്ക് ടർഫ് കോർട്ടിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് സത്യൻ, നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറേന് അവശ്യ സാധനങ്ങൾ കൈമാറി. അഞ്ജന പ്രേംനിവാസ്, CF സുനിൽ, ഫിഡൽ ബാബു, രാമൻ നമ്പൂതിരി, സാജൻ കുട്ടിക്കാട്ട് പറമ്പിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദേശമംഗലം മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരത്തിന് കട്ടിളവെപ്പ് നടന്നു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ കട്ടിളവെപ്പ് കർമ്മം നിർവഹിച്ചു. ദേശമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് SV ഹമീദ് അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് കുട്ടി, വാർഡ് മെമ്പർ ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി.
പുതുക്കാട് പഞ്ചായത്തിലെ രണ്ടാംകല്ല് നഗറിൽ അംബേദ്കർ ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഹിമാദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ AP സീന തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാംകല്ല് നഗറിലെ 3 റോഡുകൾ പൂർണ്ണമായും ഇന്റർലോക്ക് ചെയ്യുന്നതിനും ഡ്രൈനേജ് സിസ്റ്റം, ഡിജിറ്റൽ ലൈബ്രറി, വീടുകളുടെ മെയിന്റനൻസ് എന്നിവയുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. KSSPU കുന്നംകുളം നോർത്ത് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം M. തുളസി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡെന്നീസ് മങ്ങാട്, ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, സെക്രട്ടറി ജോബ് രാജ്, KG പാറുകുട്ടി, T. രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. വേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എത്ര തുക കഴിഞ്ഞാലും മുഖ്യ പ്രതിബദ്ധതയുള്ള സംഘടനയാണ്. നമ്മൾ വെറുതെ പറയണല്ല, നമ്മളൊരു കുടുംബമായിട്ട്. ഗുരുവായൂർ തൈക്കാട് VR അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മുരളി പെരുന്നെല്ലി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 5 ലാപ്ടോപ്പുകൾ നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ഷിൽവ ജോഷി, സ്കൂൾ മാനേജർ VB ഹീരാലാൽ, പ്രിൻസിപ്പൽ ജിതാമോൾ P. പുല്ലേലി, പ്രധാന അധ്യാപിക ഇൻചാർജ് ചിത്ര R. നായർ എന്നിവർ സംസാരിച്ചു. ഇടമട്ടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരണം നിലനിർത്തി. അനുമോദന ചടങ്ങിൽ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TU ഉദയൻ, വർക്കിംഗ് ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, കൺവീനർ KN അലി, ജോയിന്റ് കൺവീനർ ദിനേശൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ അമ്പനോളി സ്വദേശി ആളോൻ വീട്ടിൽ ജനൻ ക്ഷേമ പെൻഷനായി ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്തിന് തുക കൈമാറി. മറ്റത്തൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രാജൻ, വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് ഡയറക്ടർ PS അംബുജാക്ഷൻ തുടങ്ങിയവർ സന്നിഹിതരായി. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ, വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3285 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഷോളയാറിൽ കൊമ്പൻ കബാലി ഡെപ്യൂട്ടി തഹസിൽദാറുടെ വാഹനം ആക്രമിച്ചു. തഹസിൽദാറും ഉദ്യോഗസ്ഥരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കാട്ടാന ഭീതിയിൽ മുള്ളൂർക്കര വാഴക്കോട് നിവാസികൾ. ഡാം മാനേജ്മെന്റ് സിസ്റ്റം പാലിക്കാതെ PC ഡാം തുറന്നുവിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ മന്ത്രി K. രാജന്റെ കോലം കത്തിച്ചു. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ജനങ്ങളുടെ ജാഗ്രതയും മുൻകരുതലുകളും അനിവാര്യമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഠന സംഘം. കൊടുങ്ങല്ലൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ആരോപണം. ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി മാതാപിതാക്കൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.